മുണ്ടകൻ വൈക്കോലിന് വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽ കർഷകരെ നിരാശയിലാക്കുന്നു. കൃഷിച്ചെലവിന് തുല്യമായ തുകയാണ് മുൻവർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഒരു കെട്ട് വൈക്കോലിന് 250 രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 150 രൂപയാണ് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം 175 രൂപ വിലയ്ക്കാണ് കർഷകർ വൈക്കോൽ വിൽപ്പന നടത്തിയത്. ഓരോ വർഷം കഴിയുന്തോറും ആവശ്യക്കാർ കുറഞ്ഞു വരുന്നതായി ചാഴിക്കാട് പാടശേഖരത്തിലെ കർഷകനായ സുനന്ദൻ കളപ്പുരയ്ക്കൽ പറഞ്ഞു. പണ്ടൊക്കെ വൈക്കോൽ വിറ്റ് കഴിഞ്ഞാൽ കൃഷിക്കുള്ള ചെലവ് കിട്ടിയിരുന്നതാണ്. ഇപ്പോ അതൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ നഷ്ടം. അതിനിടയ്ക്ക് പന്നിശല്യം വേറെ. വരുമ്പം കുത്തി കളഞ്ഞ കണ്ടത്തിലൊക്കെ നെല്ലിലൊക്കെ കിടന്ന് ഉരുണ്ട് അത് ചിലയിടത്തൊക്കെ കൊയ്ത് വെക്കേണ്ടി വന്നു. അമ്പി പോയിട്ട് അത്ര ബുദ്ധിമുട്ടാണ്. കൊയ്ത്ത് നടത്തുമ്പോൾ യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപ നൽകണം. ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ വർഷം മുണ്ടകൻ കൊയ്ത്ത് സമയത്ത് മഴയില്ലാത്തതിനാൽ വൈക്കോലിന് കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല. വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കൾക്ക് വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കാലിത്തീറ്റയും കൊടുക്കുന്നതാണ് വൈക്കോലിന് ആവശ്യക്കാർ കുറയുന്നതായി പറയുന്നത്. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത്. കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ മുണ്ടകൻ വൈക്കോലിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വരാറുണ്ട്. TCV കൊടകര.